അല്ല, ലഹരി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്, യാതൊരു സംശയമില്ല അല്ലേ. അല്ല, ഈ അധ്യാപകർക്ക് വടി കൊടുത്താൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവും. കാരണം വെച്ചാൽ വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്, ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും. ഞാൻ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥിയെ, എൻ്റെ മകളെ അടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഒരു ചൂരിലെടുത്ത് രണ്ട് അടി കൊടുക്കുന്നതിനോട് ഞാൻ ഒന്നുകൂടെ പറയാതെ, ഒരു രക്ഷകർത്താവെന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ചൂരലുമായിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പഴയതുപോലെ ആ വടി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച്, ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച്, ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികളനുസരിച്ച് ചെയ്യാമെന്നുള്ളത് കവിഞ്ഞ് വടി 100% ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി കാരണം അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ, മുറിവുണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അടിയാണോ, വടിയാണോ, വഴക്കാണോ, ശാസനയാണോ, അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അതാത് അധ്യാപകൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഇതിനൊക്കെ ഒരു പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. അതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അധ്യാപകർ തന്നെയാണ്. ഇനി ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ്. അയാൾ നല്ല രീതിയിൽ കഴിയുന്നു, അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകൻ്റെ സന്തോഷം എനിക്കറിയാം. അപ്പോൾ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല. അപ്പോൾ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങിക്കൊടുക്കുക, അതിലൊന്നുമല്ല. അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അധ്യാപകൻ കയർക്കുമ്പോൾ ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളത് പോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും. അപ്പോൾ അധ്യാപകൻ്റെ എന്ന് പറഞ്ഞിരുന്നാൽ ഏത് അധ്യാപകരായിരുന്നാലും ബഹുഭൂരിപക്ഷ അധ്യാപകരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം, നല്ല ജോലി കിട്ടണമെന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അല്ല, ലഹരി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്, യാതൊരു സംശയമില്ല. ലഹരി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ലഹരി വല്ലാത്ത രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അത് യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്, യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇനി